ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്ലേവറിലുള്ള ഒരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.25 കപ്പ് അരിച്ചെടുത്ത മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് അരിച്ചെടുത്തതിന് ശേഷമാണ് 1.25 കപ്പ് മെഷർ ചെയ്തെടുത്തത്. 250 ml കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും. ഇനി സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു 70 ഗ്രാം ബട്ടറാണ്. ഈ ബട്ടർ ആദ്യം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഇത് പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. വലിയ തരിയാണെങ്കിൽ പൊടിച്ചെടുത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന പോലെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 1-2 തവണ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിൻ്റെ ഈ പഞ്ചസാര ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴേക്കും കണ്ടോ, ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ലൊരു വൈറ്റിഷ് കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും വേറൊരു പാത്രത്തിലെടുത്തതിന് ശേഷം വേണം നമ്മളത് ചേർക്കാനായിട്ട്. ഇനി ഈ മുട്ട ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ബീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നല്ല ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ വാനില എസൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്ററിൻ്റെ ബ്ലേഡ് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 1/3 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് വളരെ സ്ലോ സ്പീഡിൽ വളരെ പതിയെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ബീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ എയർ ബബിൾസ് എല്ലാം ഉടഞ്ഞു പോകും. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 120 ml ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ തൈര് ഉടച്ചതാണ്. അതിൻ്റെ ഒരു പകുതി ഭാഗം ആദ്യം ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത 1/3 ഭാഗം ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ബട്ടർ മിൽക്ക് എടുക്കുക. ബാക്കിയുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഫ്ലോർ വെച്ച് മിക്സ് ചെയ്യുക. ഇതെല്ലാം വളരെ ഇതേപോലെ തന്നെ ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വളരെ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിത് 2 പാത്രത്തിലേക്ക് ഡിവൈഡ് ചെയ്യണം. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പോർഷൻസ് ഒക്കെ വരുന്നത്. ഇനി ഇതിൽ ഒരു പോർഷൻ്റെ അകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് റെഡ് കളർ ചേർക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് കളറുള്ള ബാറ്റർ ഉണ്ടാകുന്ന തരത്തിൽ വേണം ചേർക്കാനായിട്ട്. കാരണം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ഡള്ളായി പോകും. അപ്പോൾ അതുകൊണ്ട് ബാറ്റർ നല്ല ബ്രൈറ്റ് കളറാണെങ്കിൽ മാത്രമേ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റെഡ് കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നല്ല ബ്രൈറ്റ് ആവുന്നതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെഡ് കളറുള്ള ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പാലും കൂടെ നമ്മുടെ വൈറ്റ് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ റെഡ് ബാറ്ററിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റ് ബാറ്ററിലോട്ടും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടിലും ഒരു 1/4 ടീസ്പൂൺ വീതം വിനേഗർ ചേർക്കുക. വിനേഗർ ചേർക്കുമ്പോൾ നല്ല ബബിളിംഗ് ഇഫക്റ്റ് വരും, ഒരു റിയാക്ഷൻ നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ 2 ബാറ്ററിലും ഇതേപോലെ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് പറ്റുന്ന അത്ര വേഗത്തിൽ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഇത് ചേർത്തത്. ഇനി നമ്മളൊരു 7 ഇഞ്ചിൻ്റെ പാനാണ് നന്നായിട്ട് ബട്ടർ ചെയ്തിട്ട് നന്നായിട്ട് മൈദ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ വൈറ്റ് ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ടായിട്ട് കേട്ടോ, അതിൻ്റെ നടുക്ക് കറക്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ടായിട്ട് നമ്മുടെ റെഡ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു എമൗണ്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ടൊക്കെ വരും. ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു മാർബിൾ എഫക്റ്റ് കിട്ടും. ഈ വൈറ്റ് ബാറ്ററും റെഡ് ബാറ്ററും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഈക്വൽ എമൗണ്ട് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ 2 ബാറ്ററും ഫുൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 30 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി ബേക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ നോർമലാണ്. ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു നൈഫോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ടൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് തിരിച്ചിടുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് ലൈറ്റായിട്ടൊന്ന് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്രീസിങ് കറക്റ്റ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്